നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ടേ എത്ര കിലോമീറ്റർ ഓടി? 1000 കിലോമീറ്റർ, 1500 കിലോമീറ്റർ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് ഇതിന്? ഈ സീറ്റ് റിക്ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ കിടന്നു പോണം കേട്ടാ, അടിപൊളിയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ സാധാരണ ഈ പാഡിൽ ഷിഫ്റ്റ് ഉള്ള വണ്ടിയിൽ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. പുതിയൊരു EV കാറിൽ ബാംഗ്ലൂരേക്ക് ഒരു യാത്ര. രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത്. പുതിയൊരു കാറിന്റെ ലോങ് ജേർണി എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ടാവാം അടുത്ത യാത്ര. അതിരാവിലെ നല്ല ചൂട് ചായ കുടിക്കുന്ന ഒരു സുഖം അത് പറയണ്ടല്ലോ അല്ലേ. ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. MGയുടെ വിങ്സ്റ്റർ എന്ന പുതിയ ഇലക്ട്രിക് കാറുമായിട്ടാണ് നമ്മുടെ യാത്ര കേട്ടോ. വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ രാജാപാളയത്താണ്. അപ്പൊ നമ്മള് ഡ്രൈവർ നമ്മളാ. ഹായ്, വണ്ടി ഓടിക്കാനും വണ്ടി കഴുകാനും കൊണ്ടുവന്ന ആളാണ്. ഞങ്ങളുടെ റൂട്ട് എങ്ങനെയാണെന്നറിയോ? ആറ്റിങ്ങിൽ നിന്ന് നേരെ തെങ്കാശി വഴി രാജാപാളയം, അവിടെ നിന്ന് മധുരൈ, സേലം, നേരെ ബാംഗ്ലൂർ. ഇതിനിടയിൽ 2 സ്ഥലത്താണ് നമ്മൾ ചാർജിങ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് രാജാപാളയത്തും മറ്റൊന്ന് മധുരയിലും. കമ്പനി പറയുന്ന മൈലേജ് 350 ആണ്. ഇതിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. വിൻസ്റ്ററിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും വേറെ ലെവലാണ്. പുതിയൊരു ഡിസൈനിലാണ് വിൻസ്റ്ററിനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ വിൻസ്റ്റർ. അതുപോലെ തന്നെ ഈ ബാക്ക് സീറ്റ് നന്നായിട്ട് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും ഉണ്ട്. ഞങ്ങളുടെ 3 പേരുടെ ലഗേജും ഇതിനകത്ത് കിടപ്പുണ്ട്. 4 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. ഇനി ഫ്രണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം കാറിന്റെ എല്ലാ ഫീലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തെന്മല എത്തിയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെറിയൊരു കടയിൽ കയറി കേട്ടോ. വെള്ളയപ്പവും കടലക്കറി, അതാണ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ നന്നേ രാവിലെയാണ് എത്തിയത് കേട്ടോ. അതുകൊണ്ട് ഫുഡൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ വെള്ളയപ്പവും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 2 ചേച്ചിമാർ നടത്തുന്ന കുഞ്ഞു കട കേട്ടോ. ഫുഡ് മോശമില്ല. നമ്മൾ നേരെ അടുത്ത നമ്മുടെ സ്റ്റോപ്പ് രാജാപാളയം. ഓക്കെ, രാജാപാളയത്തേക്ക് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് യാത്ര ചെയ്യാനാണ് പ്ലാൻ. നിങ്ങൾ ബാംഗ്ലൂരേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റൂട്ട് കൂടി ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. മാത്രമല്ല കിലോമീറ്റേഴ്സും കുറച്ച് കുറവാണ്. നമ്മളിപ്പോൾ ഏകദേശം ചെങ്കോട്ട ഭാഗത്ത് എത്തി കേട്ടോ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിർമ്മിതിയാണ്. മുകളിലൂടെ പോകുന്നത് ട്രെയിനാണ്. ഈ പാലം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതുപോലെ 1-2 പാലങ്ങൾ പുനലൂരും മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. വിൻസ്റ്ററിന്റെ യാത്രാസുഖം ഒരു രക്ഷയില്ല കേട്ടോ. അത് മുന്നിലിരിക്കുന്നവർക്കും പിന്നിലിരിക്കുന്നവർക്കും ഒരുപോലെ ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ തെങ്കാശിയിലെത്തി കേട്ടോ. തെങ്കാശിയിലെ ചെറിയ ഗ്രാമങ്ങൾക്കിടയിലൂടെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വണ്ടിയുടെ പവറാണ് കേട്ടോ. തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്ര പ്രത്യേക ഒരു ഫീലാണ്. മനോഹരമായി ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ എന്ത് സുഖമല്ലേ. തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ യാത്ര ചെയ്യണം കേട്ടോ. അത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ടേ എത്ര കിലോമീറ്റർ ഓടി? 1000 കിലോമീറ്റർ, 1500 കിലോമീറ്റർ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് ഇതിന്? സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് രക്ഷയില്ല. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ സാധാരണ ഈ പാഡിൽ ഷിഫ്റ്റ് ഉള്ള വണ്ടിയിൽ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഇത് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഒന്ന് ഡ്രൈവ് ചെയ്ത് കൊടുക്കാനായിട്ട് പാഡിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിലാണ് ആക്സിലറേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി മൂവ് ആവുന്നത്. അതൊരു സംഭവം സെറ്റ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബാക്ക് സീറ്റ് ഞാൻ കുറച്ച് നേരം ഇരിക്കുകയല്ലേ, അത് ആദ്യമായിട്ടാണ് ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ആണ് ബാക്ക് സീറ്റിലെ യാത്ര. റിക്ലൈൻ ചെയ്യാൻ പറ്റും. റിക്ലൈൻ സീറ്റാണ്, നല്ല കംഫർട്ടാണ്. എനിക്ക് അത്യാവശ്യം ബാക്ക് പെയിൻ ഉള്ള ആളാണ്. പക്ഷെ ഇത്രയും നേരമായിട്ടും എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. 1 വർഷത്തേക്ക് സർവീസ് ചാർജിങ് ഫ്രീ ആണല്ലേ? 1 വർഷം ചാർജിങ്. നല്ലൊരു ബാംഗ്ലൂർ പോവല്ലേ? ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരണവരാ ഫ്യൂവലിന് 0 കോസ്റ്റ്. അങ്ങനെ രാജാപാളയത്തെത്തി ഞങ്ങൾ ഒന്നുകൂടി ടോപ്പപ്പ് ചെയ്തു. രാജാപാളയം വരെ ഞങ്ങൾക്ക് ഏകദേശം 170 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇനി മധുരയിലേക്ക് 180 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഫുൾ ചാർജ് എത്ര ടൈം എടുക്കും? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 20% മുകളിലുണ്ടെന്നോ, 20-30 ഉണ്ടെന്നോ. 40 മിനിറ്റ്സിനുള്ളിൽ ഫുൾ ചാർജ് ആവും അല്ലേ? നമുക്ക് വണ്ടി ചാർജ് ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാം. നമ്മൾ ഏകദേശം ഒരു 80% ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തു. ഇനി ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. അത് വഴിയേ പറയാം. വണ്ടിയുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഷംനാസ് ഡ്രൈവ് ചെയ്യാണ്ട് മാറിയിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് മധുരയിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂരേക്ക് പോകുന്നവർ ഇതുവഴി പോകണമെങ്കിൽ മനോഹരമായ കുറെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഈ ബാക്ക് സീറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും.
നമുക്കൊരു ബെഡിൽ കിടന്ന് യാത്ര ചെയ്യുന്ന ഫീലിൽ യാത്ര ചെയ്യാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ സീറ്റ്. ബാക്ക് സീറ്റ് നമുക്ക് എത്ര 130 140 180 വരും. 140 130 ഡിഗ്രി നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് സീറ്റ് ഏറ്റവും താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിക്ലൈനറിൽ കിടക്കുന്ന പോലെ കാല് നീക്കി വെച്ച് കിടക്കണം. നിങ്ങൾ ഇലക്ട്രിക്കില്ലേ MGക്ക് പകരം MGയുടെ കൂടെ വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയായിരുന്നോ? ഏത് നോക്കിയാ? ടെസ്ല നോക്കിയായിരുന്നു. ടെസ്ല ഇവിടെ ഇല്ലല്ലോ. വീഡിയോ ഇത് ഏത് നോക്കിയടാ? നെക്സോ നോക്കിയാ പിന്നെ വിട്ടാണ്ട് നെക്സോ നോക്കിയായിരുന്നു. നെക്സോ നല്ല വണ്ടിയാണ്. MG കണ്ടപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടു. ഇന്റീരിയർ ഉണ്ടോ അല്ലേ? ഇന്റീരിയർ മാത്രമല്ല ലൈഫ് ലോങ് ബാറ്ററി ഗ്യാരണ്ടി ഉണ്ടല്ലോ. സർവീസ് ടോപ്പ് ആണല്ലേ? മാത്രമല്ല അവന്റെ സ്പേസ് നല്ല സ്പേസ് ഉണ്ട്. വണ്ടി നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കിയ വേരിയന്റ് അനുസരിച്ച് നെക്സോന്റെ കമ്പനി നെക്സോന് 2 ലക്ഷം രൂപ കുറവാട്ടോ. റോഡ് 14,14,000 രൂപയുള്ളൂ. പക്ഷെ വണ്ടി നല്ല സ്പേസ് ഉണ്ട്. അടിപൊളിയായിട്ട് ബാക്ക് നെക്സോന്റെ വലുതാണിത്. ഇതിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ എന്താ പറയാന് എന്തൊക്കെയോ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ മധുരയിലെത്തി. അടുത്ത ചാർജ് ചെയ്യേണ്ടത് ഇവിടെ മധുരയിലാണ്. ഇൻസ്റ്റന്റ് പുതിയ ഓഫറാണ്. 1 വർഷത്തേക്ക് ചാർജിങ് ഫ്രീ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ബാംഗ്ലൂർ പോയി വരുന്നതിന് ഫ്യൂൽ കോസ്റ്റ് 0 ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എനിക്ക് ഫീൽ ചെയ്തൊരു നെഗറ്റീവ് എന്താണെന്നറിയോ? നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ചാർജിങ്ങിന് എടുക്കുന്ന ടൈം അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ പ്രോസസ്സും ചെറിയ ചടങ്ങാണ്. ചിലപ്പോൾ അതിനും എടുക്കും 10-20 മിനിറ്റ്. അങ്ങനെ മധുരയിലെത്തി ചാർജ് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചാർജ് 20% ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് യാത്ര ചെയ്യാനാണ് പ്ലാൻ. മധുരയിൽ നിന്ന് ചാർജ് ചെയ്ത് തീരാൻ ഏകദേശം 1.5 മണിക്കൂറിന് മുകളിൽ എടുത്തു കേട്ടോ. നമുക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന മൈലേജ് ഏകദേശം 250 ആണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് സേലത്താണ്. സേലത്തേക്ക് മധുരയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചാർജ് കൂടെ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. സേലത്തിനും മധുരയ്ക്കും മധ്യേ കരൂർ എന്ന സ്ഥലത്ത് ചാർജിങ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒന്നുകൂടെ ടോപ്പപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കരൂർ വന്നപ്പോൾ സത്യത്തിൽ പെട്ടുപോയി. 2.25 മണിക്കൂർ കൊണ്ട് ഏകദേശം 70% ചാർജ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെയാണെങ്കിൽ ഇരിക്കാനൊരു സീറ്റ് പോലും ഇല്ലാണ്ട് ഈ 2.25 മണിക്കൂർ നമ്മളവിടെ നിന്നു. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ചാർജിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്ന സേലത്തേക്കാണ് കേട്ടോ. സേലത്തെത്താൻ ഏകദേശം 9 മണിയാവും. കരൂരിൽ നിന്ന് 3.25 മണിക്കൂറത്തെ യാത്രയുണ്ട് സേലത്തേക്ക്. 9:30 മണിയായപ്പോൾ നമ്മൾ സേലത്തെത്തി. നല്ല വിശപ്പായതുകൊണ്ട് തൊട്ടടുത്തുള്ള ധാബയിലോട്ട് കയറി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ധാബ ഉള്ളത്. അവിടെ നിന്ന് ഫുഡ് വാങ്ങി നേരെ റൂമിലോട്ട് പോകണം. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ. സേലത്ത് ഇവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്തത് കേട്ടോ. വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഹോട്ടൽ ഇന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ റൂമിലെത്തി കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ഡ്രൈവ് ചെയ്തിട്ടും ടയർഡായില്ല. അടിപൊളി ഡ്രൈവായിരുന്നു. അപ്പോൾ ഇനിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം. ഈ റൂമിൽ ഫസ്റ്റ് ഗസ്റ്റ് ഞങ്ങളാട്ടോ. ഇനി കുളിച്ച് ഫ്രഷായി ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ. എന്തായാലും വിങ്സ്റ്ററിലെ ഇതുവരെയുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം.